ഹലോ ഗൈസ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും നമ്മുടെ ചാനലിൽ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും തുടക്കത്തിൽ പറയാറുണ്ടല്ലോ, അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ട്രൈപോഡ് ഉണ്ടാക്കണം. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യമേ നേരെ വീഡിയോയിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ സംഭവം എന്താണെന്ന് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ട്രൈപോഡ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കാണിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലായ ഒരു വ്യത്യാസം ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ അടുത്തങ്ങ് കളഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത് എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ അടിയിൽ നിറച്ച് പൂപ്പൽ. അപ്പോൾ എന്താ ആ ഷെൽഫ് അതേപടി എടുത്ത് നേരെ അപ്പുറത്തെ പറമ്പിലോട്ട് എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ പറമ്പിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ അടിയിൽ ഇതില്ലേന്ന്, പൂപ്പലില്ലേന്ന്. അതിൻ്റെ അടിയിൽ ഓൾറെഡി പൂപ്പലുണ്ട്, എന്നാലും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ അവിടെ വെച്ചേക്കണതാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ട്രൈപോഡ് ഉണ്ടാക്കില്ലേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്താ ട്രൈപോഡ് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന്. അത് ഞാൻ ആ കാരണം കാണിച്ചു തരാം. എൻ്റെ കൂടെ വാ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു എന്താ കാര്യം എന്ന്. ഇതാണ് കാര്യം. ഞാൻ പണ്ട് തൊട്ടേ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് ഈ സാധനത്തിലുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ട്രൈപോഡ് പോലത്തെ ഒരു ഐറ്റമാണ്. ഇതിലൂടെ ഞാൻ ഫോണൊക്കെ വെച്ച് വീഡിയോ എടുക്കും. അതിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയ അവസ്ഥയാണ്. കണ്ടോ, വെളിച്ചിലൊക്കെ ഞങ്ങൾ വേറെ എമർജൻസി ഒക്കെ എടുത്ത് വെച്ചാണ് ആക്കണത്. പിന്നെ ഇത് കാണിച്ചു തരും. എൻ്റെ അടിഭാഗം കണ്ടു ഇങ്ങനെ ഇരിക്കും. ഞാനിപ്പോൾ ഇതിങ്ങനെ ഓടിച്ച് ഇതിങ്ങനെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വഴി അങ്ങ് പൊക്കോളും. അതാണ് മെയിൻ കുഴപ്പം. പിന്നെ എൻ്റെ അടിഭാഗം കണ്ടോ, വേറെ പെട്ടിയൊക്കെ വെച്ച് ഞാൻ പൊക്കി വെച്ചിട്ടാണ് ഈ ലെവലിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊക്കെ മാറ്റി റിംഗ് ലൈറ്റൊക്കെ ഉള്ളൊരു ട്രൈപോഡ് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ നമ്മളുണ്ടോ ഇങ്ങനൊരു ഒരു വട്ടം പോലെ ഒരു സാധനം. മൈ ഗ്രേറ്റ് ഡ്രോയിങ് സ്കിൽസ് ആണ്, നല്ല വട്ടമാണ് വരയ്ക്കുന്നത്. എന്നിട്ട് എൻ്റെ അകത്ത് ഇങ്ങനെ 2 കാല് വേണമെങ്കിൽ 4 കാലാക്കാം. എന്നിട്ട് നേരെ മുകളിലോട്ട് അങ്ങനെ മുകളിലോട്ട് ഇരുന്നിട്ട് റിംഗ് ലൈറ്റ് എൻ്റെ ചുറ്റും വരും. കാരണം വെളിച്ചം വേണമല്ലോ. വേണമെങ്കിൽ ഒഴിവാക്കാതിരിക്കാം. ഞാൻ അഗൈൻ പ്രൈസ് മൈ ഡ്രോയിങ് സ്കിൽസ്. പിന്നെ അത് ഇവിടെ നമ്മുടെ ഫോൺ വരിക, ഫോണിൻ്റെ സാധനം ഇവിടെ ഇങ്ങനെ വരും. വീടിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നിറയ്ക്കും. ഇതിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും വെയിറ്റുള്ള നിറയ്ക്കും. അല്ലെങ്കിൽ ഈ ഫോൺ വയ്ക്കുമ്പോൾ ഈ സാധനം ഇതേപടി ഇങ്ങോട്ട് പോരും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ നിറയ്ക്കണം. അപ്പോൾ ഈ സംഭവം ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടില്ല, ഇതിൻ്റെ ഇട്ട് ഇങ്ങനെ ഒരു സംഭവം കാണും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ലൈറ്റുകൾ വെച്ച് കൊടുക്കും. എൻ്റെ ഇവിടെ കണ്ടിട്ടില്ല ചെറിയ LED ഡയോഡ് പോലത്തെ ബോർഡ് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഡിവൈഡ് ചെയ്യാൻ കട്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പം എന്തൊരു കാർഡ്ബോർഡ് ഉണ്ട്, അതനുസരിച്ച് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്നത്. അതിൻ്റെ അകത്ത് നമ്മളിവിടെ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ സ്ക്രൂകൾ ഉപയോഗിക്കും. ഇങ്ങനെ നമ്മുടെ ഭയങ്കര കഴിവുള്ള വരക്കാരൻ ഇവിടെ സ്ക്രൂ വയ്ക്കും. ഇങ്ങനെ വേറെ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന് വേണ്ടി അത്യാവശ്യമൊക്കെ സംഭവം മനസ്സിലായില്ലേ? ഇത് തന്നെ, ബാക്കി നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്ത പോലെ നമ്മളിത് ചെയ്യുമ്പോൾ സ്ക്രൂകളുണ്ടാകും. സ്ക്രൂകൾ വെച്ചാണ് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്തിടുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കണത് ഈ സ്റ്റിക്ക് ഇത്രയും നീട്ടമുണ്ട്. കണ്ടോ, ഇത്രയും നീട്ടമുള്ള സ്റ്റിക്കാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുത്തേക്കുന്നത്. അത് മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ ആ ട്രൈപോഡ് പോലെ വെക്കാനായിട്ട് ഇത് കണ്ടോ, ഇവിടെ കുഞ്ഞ് സ്റ്റിക്കൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയതാണ്, ഈ സംഭവം ഉണ്ടാക്കിയപ്പോൾ ഉള്ളതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഒറിജിനൽ ഉണ്ട്. കണ്ടോ, ഇത്രയും കുഞ്ഞിത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വ്ളോഗ് എടുത്തുകൊണ്ട് പോകാനായിട്ട് എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ സാധനമൊക്കെ ഉണ്ടാക്കിയേക്കണത്. നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കുക. ഇതുപോലത്തെ പീസ് 2 തുള ഉളയ്ക്കുക. ഇതുപോലത്തെ ഒരു സ്ക്രൂ നമ്മുടെ ഇതിൽ വേണമല്ലോ. അപ്പോൾ ഇതെടുക്കുക, ഇടുക, ഇത്രേ ഉള്ളൂ. ഈ സ്ക്രൂ എന്ന് പറയുന്നത് നമുക്കിതുപോലെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ സുഖമായിട്ട് കിട്ടാവുന്ന ടൈപ്പ് സ്ക്രൂകളാണ്. ഇതൊക്കെ പോയി നമുക്കിനി വാങ്ങിക്കണം. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഞാനിവിടെ നമ്മുടെ കോമ്പസ് എടുത്തിട്ടുണ്ട്. കോമ്പസിൽ ഒരു 12 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. നമ്മളിതിന് ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടിയിൽ വയ്ക്കാവുന്ന ബേസ് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടാണ് ഞാൻ കോമ്പസ് എടുത്തിട്ട് ഈ 12 സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു വട്ടത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ക്വയറോ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനൊരു സർക്കിൾ കട്ട് ചെയ്യാൻ പോകണം. എന്നിട്ട് നമ്മൾ ആദ്യം 12 സെൻറ്റിമീറ്ററിൽ കോമ്പസിലെടുത്തൊരു വട്ടം വരയ്ക്കണം. നമ്മൾ ഈ 12 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ ആദ്യം ഇതിൻ്റെ സെൻറ്ററിൽ കോമ്പസ് വെച്ചിട്ടൊരു വട്ടം വരയ്ക്കുക. ഞാൻ ഇവിടെ വരച്ചെടുക്കുന്നുണ്ട്. ഫുള്ളൊരു വട്ടം വരയ്ക്കുക. നമ്മളിപ്പോൾ ഒരു പീസ് വരച്ചെടുത്ത് ഇതുപോലെ തന്നെ ഒരു പീസിലും കൂടി 2 പീസ് കാർഡ്ബോർഡിൽ വട്ടം വരയ്ക്കണം.
കാരണം നമുക്ക് അടിയിലും മുകളിലും വെക്കാനുണ്ടല്ലോ ബേസിൻ്റെ ഒരു പിന്നെ ഈ വട്ടം ഷേപ്പ് എടുത്ത് നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് പൊക്കി വെച്ചേക്കുന്ന പോലെയാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അടിയിലും മുകളിലും 2 പീസ് വെക്കാനുണ്ട്. അതിനുള്ള 2 വട്ടം നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ കടയിൽ പോയി പുതിയൊരു ബ്ലേഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ട 2 സർക്കിൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സർക്കിൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നടുക്കോ ചുറ്റും ഇങ്ങനെ കവർ ചെയ്യാനായിട്ടൊരു ഇതാണ്. നമ്മൾ കാർഡ്ബോർഡിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുക. കാർഡ്ബോർഡ് ഇങ്ങനെ നടുവേ 2 പീസായിട്ട് കീറിയിട്ട് ഇങ്ങനെ വളച്ചൊട്ടിച്ച് വെക്കുക. നമ്മളിവിടെ കാണണോ അല്ലെ, ഈ ലൈറ്റ് കണ്ടിട്ടില്ലേ, ഇതുപോലെ നമ്മളിങ്ങനെ വളച്ചൊട്ടിച്ച് വെക്കുക. അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസിനെടുക്കണം. നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ വെറുതെ ഇതിനെ കാർഡ്ബോർഡ് കളയാം. നമ്മൾ എൻവയോൺമെൻറ്റിൽ എപ്പോഴും ഫ്രണ്ട്ലി ആവണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് ഇതിൽ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാണ്. ഞാൻ അവിടെ 7 സെൻറ്റിമീറ്ററാണ് എടുക്കണേ. നിങ്ങൾക്ക് അത്ര തന്നെ മതിയാവും. നമ്മൾ 7 സെൻറ്റിമീറ്ററിൽ ഹൈറ്റാണ് എടുക്കുന്നുള്ളൂ. അതിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് നിറയ്ക്കണം. കാരണം നമ്മൾ ഇതിൻ്റെ ബേസ് അല്ലേ, ട്രൈപ്പോഡ് നമ്മൾ നേരെ വയ്ക്കുമ്പോൾ ആ പീസോടെ വീഴാൻ പാടില്ല. അതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്തെടുക്കണേ. അതെന്ത് ചെയ്യും, ഞാനിവിടെ ഒരു 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടിടത്ത് 7 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്തു. 7 സെൻറ്റിമീറ്റർ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുവാണ്. 1 2 ഇത് ഫുൾ ഇവിടം വരെ നമ്മൾ 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഇത് വെച്ച് ഫുൾ വെച്ചിട്ട് നമ്മൾ ആ കറക്റ്റ് ലൈനിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുവാണ്. സിമ്പിൾ. നമ്മൾ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത പോലെ തന്നെ ഇത്. നമുക്ക് വേണ്ട പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പുറത്തത്തെ പീസ് അതിങ്ങനെ നമ്മൾ പൊളിച്ചെടുക്കണം. കണ്ടോ, ഞാൻ നടുവേ പിടിച്ചിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ പൊളിക്കുക. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുക ഫുൾ. കണ്ടോ, എത്ര ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മളിങ്ങനെ ചുമ്മാ നടുവേ വലിച്ചാൽ മതി. നിങ്ങൾ കാർഡ്ബോർഡ് ശരിക്കും ചിലത് പാടായിരിക്കും. നമ്മളിങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കണം. കണ്ടോ, ചിലപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്ലേഡ് എടുത്തിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ പൊക്കി എടുക്കണം. എനിക്കിപ്പോൾ എളുപ്പത്തിന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിങ്ങ് പിടിച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങ് വലിച്ചെടുക്കുക. ഇതാകുമ്പോൾ എളുപ്പമാണ്. വേറെ മറ്റേത് രീതിയിൽ എടുക്കാൻ പാടായതുകൊണ്ട് എളുപ്പത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ നമ്മളിങ്ങനെ ഫുൾ പൊളിച്ചെടുത്തു. ഇനിയിപ്പോൾ കണ്ടു ഇതിങ്ങനെ വളഞ്ഞിരുന്നോളും. ഇങ്ങനെ ഇഷ്ടമുള്ളത് ഇങ്ങനെ വളഞ്ഞിരിക്കും. നമുക്കിത് മാത്രം പോരാ, ഒരെണ്ണം കൂടി വേണം. ഞാൻ അതും കൂടി ഇപ്പോൾ കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളെ ബേസ് പീസിന് വേണ്ട 2 സർക്കിളും ഇതിൻ്റെ ചുറ്റും ഒട്ടിക്കാനുള്ള 2 ഷീറ്റും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഒട്ടിക്കലാണ്. അതിനായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ഫ്ലെക്സ് ക്യൂക്ക് തന്നെയാണ് എടുക്കുന്നത്. എപ്പോഴും നമ്മുടെ മെയിൻ ഐറ്റം അല്ലേ ഇതിനൊട്ടിക്കാൻ ഫ്ലെക്സ് ക്യൂക്ക്. അതാ ആദ്യം നമ്മൾ ഒരു സൈഡിൽ ഒഴിച്ചെടുത്തു. എന്നിട്ട് ഇങ്ങനെ വളച്ച് കറക്കി ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വയ്ക്കുക. വളച്ച് കറക്കി വെച്ചിട്ട് ഇത് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ചെന്ന് ഒന്നുകൂടെ ഒരു തുള്ളിയും കൂടി ഒഴിച്ചു കൊടുക്കണം. പറഞ്ഞു പോകാൻ നോക്കണം, എൻ്റെ പറഞ്ഞു പോയി. ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ പീസ് എടുത്ത് ഇങ്ങനെ നമ്മൾ കറക്കി ഇതുപോലെ വെക്കണം. 2 സൈഡും ഇതുപോലെ ഒട്ടിക്കുക. ഇത് എടുത്ത് ഇപ്പുറത്തെ ഒരു തുള്ളി ഇവിടെ ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ വളച്ച് കറക്കി കൊണ്ടുവന്നിട്ട്
അടുത്തതുള്ള ഇത് നേരെ ഇപ്പുറത്തെ സൈഡിലും ഒഴിക്കുക. രണ്ട് സൈഡിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതിൻ്റെ മുകളിൽ ഈ പീസാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ആ പീസ് സെറ്റ് ചെയ്യുന്നില്ല, കാരണം ഈ പീസിലിനി നമ്മുടെ സ്റ്റാൻഡ് വരും. സ്റ്റാൻഡ് വരാനായിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്യുകയും വേണം, ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുകയും വേണം സാധനങ്ങൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇനി ഫില്ല് ചെയ്യാൻ പോകുന്നത് മെറ്റലാണ്. നിങ്ങളും ഇതുപോലെ സാൻഡൊന്ന് ഫില്ല് ചെയ്തിരിക്കും, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വേണം. ഗ്യാപ്പ് വരാതിരിക്കുന്നത് തിരിച്ചൊട്ടിക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് സാൻഡ് പോലത്തൊക്കെ ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ മെറ്റലാണ് ഫില്ല് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും അവസാനം ഫില്ല് ചെയ്യാം. തൽക്കാലത്തേക്ക് നമുക്കിതിനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകണം. നമുക്ക് നേരെ അതുണ്ടാക്കണം. അപ്പോൾ നമ്മളിവിടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ട്രൈപോഡിൻ്റെ വെക്കാനുള്ള സ്റ്റാൻഡ് പോലത്തെ, അതായത് സ്റ്റിക്ക് പോലത്തെ സെറ്റ് ചെയ്യാണ്. കുറേ റൗണ്ട് സെറ്റ് ചെയ്യാം. ഞാൻ ഒരു റൗണ്ട് മുറിച്ചതിൻ്റെ ഇത് വിഷമം മാറിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ മറ്റേ ട്രൈപോഡിൽ കണ്ട പോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പീസ് കെട്ടി 3 പീസ് ഒരുമിച്ച് ഗ്ലൂ ചെയ്ത് വെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഇപ്പോൾ സൈസ് എടുക്കുന്നത് എൻ്റെ ഈ സ്കെയിലിൻ്റെ ഒരു സൈസിലാണ് എടുക്കുന്നത്. നമുക്കൊരു സ്കെയിലിൻ്റെ സൈസ് അല്ലെങ്കിൽ ഒരു 3 സെൻറ്റിമീറ്ററൊക്കെ എടുത്തു കഴിഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ നമ്മുടെ വിട്ടിലെടുത്ത് നമുക്ക് കാർഡ്ബോർഡിന് എന്തോ ലെങ്ത് ഉണ്ടോ നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ എടുക്കാം. എന്നിട്ട് നമ്മൾ മറ്റേ ഇത് വെക്കുന്ന പോലെ ബോൾട്ട് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിൻ്റെ അകത്ത് ഇത് മാർക്ക് ചെയ്തെടുക്കണം, മുറിക്കാനുള്ള ഹൈറ്റ്. ഇതേ ഇവിടെ ഒരു സ്കെയിലിൻ്റെ ഹൈറ്റിലാണ് എടുത്തേക്കുന്നത്, ഒരു സ്കെയിലിൻ്റെ ഹൈറ്റിലെ വിട്ടിൽ. അതായത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 3 എണ്ണം വേണം നമുക്ക്. 3 പീസ് ഒരു സ്കെയിലിൻ്റെ വിട്ടിൽ വേണം. എന്നിട്ട് അത് 3 നമ്മൾ കൂട്ടി ഒരുമിപ്പിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റിക്ക് റെഡിയാവും. ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വരച്ചത് കട്ട് ചെയ്യണതിൻ്റെ നമ്മൾ ബാക്കിയുള്ള എന്തോരം നീട്ടം വേണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള നീട്ടെടുക്കും. ഇത്രയൊന്നും തന്നെ വേണമെന്നില്ല. ഇനി പല ഇത് വേണം. ട്രൈപോഡ് മാത്രമായിട്ടില്ല, നമുക്കിങ്ങനെ വ്ളോഗ് ചെയ്ത് പിടിക്കാനുള്ളതും പിന്നെ ട്രൈപോഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ചെരിച്ച് വെച്ചൊരു പീസൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ആദ്യം പോയി വരയ്ക്കട്ടെ, എന്നിട്ട് അതൊക്കെ കട്ട് ചെയ്തെടുക്കണതിൻ്റെ ഒരു ടൈം ലാസ് പോയി കണ്ടിട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ട പീസുകൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റേ ട്രൈപോഡിൻ്റെ സ്റ്റിക്ക് വെക്കേണ്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഫുൾ ഞാൻ ഈ ആംഗിളിലല്ലേ എടുക്കണത്. ഇവിടെ ചെയ്യണമെന്ന് വൃത്തിക്ക് കാണാൻ പറ്റില്ല. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇത് സെറ്റ് ചെയ്ത് കുഞ്ഞു പീസ് എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ആ ഫോൺ വയ്ക്കുന്ന സാധനം ഞാൻ ഇതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഈ ആംഗിളിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചിട്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കാണാമല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഞാൻ വേറൊരു ഫോൺ വയ്ക്കാനുള്ള പീസ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ ഒട്ടിക്കണം. ഞാൻ ഇനി ഇതിവിടെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കാൻ പോകുന്നത്. ഫ്ലെക്സ് ക്യൂക്ക് വെച്ചെങ്കിൽ ടൂത്ത് പിക്കോ അതുപോലത്തെ എന്തെങ്കിലും സാധനം ഇതിൻ്റെ അകത്ത് വെക്കാം. കാരണം നമ്മളിത് വെക്കുമ്പോൾ ഫോണൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഒടിഞ്ഞു പോവും. അതിനായിട്ട് എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ല. എൻ്റെ ടൂത്ത് പിക്ക് തീർന്നിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വെക്കുന്നില്ല, ഞാൻ പിന്നെ ടൂത്ത് പിക്ക് വെക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ടൂത്ത് പിക്കോ ഈർക്കിലിയോ കെട്ടുകമ്പി അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഒന്നും വെക്കുന്നില്ല. ഇതിനിപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കണം, അതിന് വേണ്ടിയാണ്. അതെ, ഇവിടെ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഫുള്ള്. ഞങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ടൂത്ത് പിക്ക് അടിച്ച് കയറ്റണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ടൂത്ത് പിക്ക് ഇല്ലാതെ ഞാൻ ടൂത്ത് പിക്ക് കിട്ടുമ്പോൾ അത് സെറ്റാക്കുന്നതിന്. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. ഇനി ഇത് ഇവിടെ വയ്ക്കാനുള്ളൊരു സ്റ്റാൻഡ് ഉണ്ട്, അത് ഞാൻ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ അവസാനം കാണിച്ചു തരാം. ഇനി നമുക്ക് മറ്റേ ട്രൈപോഡിൻ്റെ ഫോൺ വയ്ക്കാനുള്ള പീസിൻ്റെ പണിയാണ് ചെയ്യാനുള്ളത്. ഞാൻ നമ്മുടെ ഫോണിൻ്റെ ഔട്ട്ലൈൻ ഇവിടെ ട്രേസ് എടുത്തിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണാണ് ഞാനിതിൽ സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇനി ഈ സാധനം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫോണിൻ്റെ ഔട്ട്ലൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു കോർണർ നമ്മൾ കട്ട് ചെയ്ത് കളയണം. കാരണം ആ കോർണറിലായിരിക്കും നമ്മുടെ ക്യാമറ വരാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഫോണിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്യണം. ഇപ്പോൾ സെൻറ്ററിലാണെങ്കിൽ നമ്മൾ തെർമോക്കോൾ കട്ടർ വെച്ച് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ എങ്ങനെയാണ് വരുന്നത് അതനുസരിച്ച് കട്ട് ചെയ്യുക. എൻ്റെ ക്യാമറ ഇങ്ങനെയുണ്ട്, ഞാൻ ഈ ആംഗിളിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. നമ്മുടെ
ഇതിൻ്റെ ചെയ്ത പോലെ തന്നെ, നമ്മുടെ സ്റ്റാൻഡിൻ്റെ ബേസ് ചെയ്ത പോലെ തന്നെ. പക്ഷെ അത്രയും കട്ടി വേണ്ട, കട്ടി കുറച്ച്. അതിനായിട്ടുള്ള ഔട്ട്ലൈൻ എടുക്കട്ടെ. ഞാൻ ഇവിടെ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കറക്റ്റ് വെക്കുക. വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതിന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റും വയ്ക്കാനുള്ള ഈ പീസ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് സെറ്റൊക്കെ ഇച്ചിരി കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ടു. എന്നാലും എന്ത് ചെയ്യും, നമ്മളിത് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെക്കാനുള്ളത് കറക്റ്റ് ഈ ഇതിൽ കിട്ടിയിട്ടുണ്ട്. മറ്റേത് ഞാൻ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട്, കാരണം ഇവിടെ ഒരു പീസ് ഉള്ളതുകൊണ്ട്. ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാത്രമേ, ഇതിൻ്റെ ചുറ്റും മാത്രമേ വെക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മളിനി അടുത്ത പണി ഇത് ഒട്ടിക്കലാണ്. അപ്പോൾ അത് നേരെ ഒട്ടിക്കാൻ തുടങ്ങാം. ഈ അറ്റ ഇവിടെ വെച്ചിട്ട് ഞാൻ വീണ്ടും നമ്മുടെ സ്ഥിരം ഇത് തന്നെ ഫ്ലെക്സ് ക്യുക്ക് ഒരു സൈഡിൽ ഒഴിച്ചു കൊടുക്കുന്നു. അതവിടെ ഒട്ടുന്നു. കൈ ഒട്ടിപ്പോകാൻ നോക്കണം. എൻ്റെ കൈ കുറേ പ്രാവശ്യം ഒട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കൈ ഒട്ടിപ്പോവാണെങ്കിൽ ഒരു കാര്യം ചെയ്തത്, വീട്ടിലെ ഇടിക്കണ കല്ലോ അമ്മിക്കല്ലോ എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു സൈഡ് എടുക്കുക. ആ കല്ലെടുത്തിട്ട് നമ്മൾ ആ പശ പറ്റി പിടിച്ചിരിക്കണത് ഉരച്ചാൽ മതി. അതിലിങ്ങനെ ഉരയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലെ പശയൊക്കെ തന്നെ അങ്ങ് പൊക്കോളും. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഞാൻ കയ്യിൽ പശ പറ്റിക്കഴിഞ്ഞാൽ ഞാനിതുപോലെ ഇടികല്ലുണ്ട്, അതിൻ്റെ കല്ലെടുത്ത് ഞാൻ ഉരച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഉരച്ചുരച്ച് നമ്മുടെ കയ്യിലെ പശ പോവും. ഇതിങ്ങനെ 4 മൂലയിലും നമ്മളിങ്ങനെ പതുക്കി ഒഴിച്ചു കൊടുക്കുക. ഈ മൂലയിൽ ഒഴിച്ചു, എന്നിട്ട് നമ്മളിത് ഇനി ഈ മൂലയിൽ, ഇപ്പുറത്തെ മൂലയിൽ ഇനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഫുൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇത് സെറ്റാക്കിയിട്ട് ഇനി അടുത്തത് അതിൻ്റെ സ്റ്റിക്കാണ് ആക്കേണ്ടത്. ആ സ്റ്റിക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇത് ചെയ്യാനായിട്ടുള്ള ഫോണിൻ്റെ ഈ ഫോണിൻ്റെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്യണ്ടേ, അതിനായിട്ടുള്ള കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് ഇതിൽ മാർക്ക് ചെയ്യണം. നമ്മുടെ സ്ഥിരം പരിപാടി തന്നെ, മാർക്ക് ചെയ്യുക, കട്ട് ചെയ്യുക, അത് തന്നെ. അപ്പോൾ നമുക്കിനി ഇപ്രാവശ്യം നമ്മൾ 3 എണ്ണം മാർക്ക് ചെയ്യുന്നത്, 3 എണ്ണം വേണ്ട ഇത് നമ്മൾ ഈ ഇതിലോട്ട് കണക്ട് ചെയ്യണമായതുകൊണ്ട് ചെറുത് നമ്മൾ ഒറ്റ പീസ് കാർഡ്ബോർഡാണ് ഇതിന് എടുക്കണത്. അത് നമ്മൾ കട്ട് ചെയ്യുക. ഇതുപോലെ അമ്മയ്ക്ക് നമ്മൾ ശരിക്കും അങ്ങ് വയ്ക്കുക, കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിത് ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇത്രയും ലെങ്ത്ത് വേണ്ട, കുറച്ച് ലെങ്ത്ത്. ഇപ്പോൾ എന്താ ഇവിടെ വെച്ചൊന്ന് കത്രി വെച്ച് അതങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ്. കട്ട് ചെയ്തിട്ട് അടുത്ത് നമ്മുടെ പരിപാടി ഇത് ഇങ്ങോട്ടേക്ക് ഇനി ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചെടുത്തിട്ട് നമ്മുടെ വീണ്ടും ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് ഇവിടെ ഇച്ചിരി ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്ററിലോട്ട് ഏകദേശം വെച്ച് അതങ്ങ് ഒട്ടിക്കുക. നമ്മളതിന് ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഫോൺ വയ്ക്കാനുള്ള ട്രൈപോഡിൻ്റെ പീസ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലോട്ടിൻ്റെ ചുറ്റും വയ്ക്കാനുള്ള റിംഗ് ലൈറ്റ് നമ്മൾ സെറ്റാക്കി എടുക്കണം. റിംഗ് ലൈറ്റിനായിട്ട് നമ്മൾ ആദ്യം റിങ്ങിന് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇത് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തില്ലേ, ഇതുപോലെ പൊക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വയ്ക്കാനായിട്ട് ഒരു പീസ് ഈ ചാർട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഡിഫ്യൂസർ പോലെ ഇരിക്കും. നമ്മൾ ഇത് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് അല്ലേ, അങ്ങനെ നമ്മളൊരു ഡിമ്മായിക്കണ ഒരു ഇതുപോലെ ഇരിക്കും. നമ്മൾ ഇച്ചിരി ഒരു സോഫ്റ്റ് ലൈറ്റ് പോലെ ഇരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചുറ്റും വെക്കാനുള്ള റിംഗ് ലൈറ്റ്, അതിനുള്ള പരിപാടി നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനുള്ള കാർഡ്ബോർഡ് ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മളിനി ഇന്നുള്ള വട്ടം വരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഈ കോമ്പസിൽ 17 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. എങ്ങനെ സാർ നമ്മൾ കോമ്പസ് ഇത്ര സ്ട്രെച്ച് ആവില്ല. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ലോങ് പെൻസിൽ എടുത്തിട്ട് നീട്ടി വെച്ചിട്ട് നമുക്കിങ്ങനെ കാണാം. ഈ സൈഡ് 0 വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 17 വരെ സ്ട്രെച്ച് ആവും. അങ്ങനെ വെച്ചാൽ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് വലിയ സൈസിൽ നമ്മൾ വട്ടം വരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇച്ചിരി പാടാണ്. നമ്മൾ ഇച്ചിരി പിടിച്ചൊക്കെ ഇങ്ങനെ പതിയെ വരയ്ക്കണം. ഇങ്ങനെ പതിയെ വെച്ച് പിടിച്ച് ഇങ്ങനെ വരച്ചെടുക്കുക. കണ്ടോ, ഇത് ഫുൾ എടുത്തു. എന്നിട്ട് നമ്മളൊരു 17 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ എടുത്തത്. ഇനി നമ്മളൊരു 2 സെൻറ്റിമീറ്റർ കുറച്ച് എടുക്കണം. അതിന് മുമ്പ് നമ്മളിത് സെൻറ്റർ മാർക്ക് ചെയ്തത് ആ പോയിൻ്റ് കറക്റ്റ് വെച്ചിട്ട് നമ്മളിതിപ്പോൾ 2 സെൻറ്റിമീറ്റർ, ഞാൻ 2 സെൻറ്റിമീറ്ററാണ് കുറയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കുറയ്ക്കാം കേട്ടോ. എനിക്ക് 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പും മതി. അത് നിങ്ങളെടുക്കുന്ന ലൈറ്റ് അനുസരിച്ചിരിക്കും. ഞാൻ അടുത്ത ലൈറ്റിന് ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കുറച്ചത് ഇവിടെ ഞാൻ 15 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. ഈ 15 സെൻറ്റിമീറ്ററിൽ നമ്മൾ അടുത്ത സർക്കിൾ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആ അടുത്ത സർക്കിൾ വരയ്ക്കണതിന് മുമ്പ് ഞാൻ ഇപ്പോൾ എടുത്തു ഈ 15 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അത് കുറവാണ്. അപ്പോൾ നമ്മളൊരു 3 സെൻറ്റിമീറ്റർ കുറച്ചുകൂടി കുറയ്ക്കാൻ പോകണം. അതിന് എളുപ്പത്തിന് നമ്മൾ പെൻസിൽ ഇത്തിരി കയറ്റി വെച്ചിട്ട് കുറയ്ക്കണം. ഇപ്പോൾ 15 സെൻറ്റിമീറ്റർ ശരിയായില്ലല്ലോ. അതുപോലെ തന്നെ നമുക്കിനി
നോക്കണം. ഓരോന്നിട്ട് കുറച്ച് കുറച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം പറയുകയാണ്, നിങ്ങൾ ഈ വീഡിയോ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കണ്ടിട്ട് വേണം ചെയ്യാൻ. കാരണം ഇത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ആവുമെന്ന് അറിയാൻ പറ്റൂല. അപ്പോൾ ഇത് വീഡിയോ ഫുൾ കണ്ടിട്ട് നോക്കുക, ചെയ്യുക നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഒരു റിങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റിങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഒരു ടൈം ലാപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ വട്ടം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ മറ്റേ നേരത്തെ ഇത് ഇതുപോലെ തന്നെ ഒരു പീസ് നമ്മൾ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇതിന് നിങ്ങളെ കാണിച്ച് പോരടിപ്പിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിനി ഇത് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഇത് ഞാൻ നമ്മുടെ സ്കെയിലിൻ്റെ സൈസ് തന്നെയായിട്ട് എടുത്തേക്കണേ. ഈ സൈഡിൽ ഇത് ഇവിടെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഒരു തുള്ളി ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചു കൊടുത്തു. ഇതിങ്ങനെ കറക്കി അറ്റം വരെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ അകത്തും ഇതിൻ്റെ ചുറ്റും ഫുൾ ഇതൊട്ടിച്ചിട്ട് നമുക്ക് കാണാം. അതിന് ശേഷം നമുക്കിനി ലൈറ്റ് ഒട്ടിക്കണം. അപ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ റിംഗ് ലൈറ്റിന് ചുറ്റുമുള്ള ഈ റെയിലിംഗ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത നമ്മളിനി ലൈറ്റാണ് സെറ്റ് ചെയ്യുമ്പോൾ. ലൈറ്റ് ഞാൻ ഇവിടെ 4 ലൈറ്റുള്ള രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ലൈറ്റ് ഞാൻ ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോണത് ഇതിൻ്റെ ഞാനിത് 2 വാമ് മുകളിൽ 2 വാമ് താഴെയും പിന്നെ 2 വൈറ്റ് ലെഫ്റ്റിൽ 2 വൈറ്റ് റൈറ്റിലായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ വയറാണ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ SMPSന്ന് ഊരിയെടുത്താണ് കമ്പ്യൂട്ടറിൻ്റെ. SMPS എന്നാന്ന് അറിയാത്തവർക്ക് ഇട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തൊരു സാധനമുണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ തുറന്ന് നോക്കുകയാണെങ്കിൽ കുറേ വയറുള്ളൊരു പെട്ടി കാണാൻ പറ്റും. അതാണ് SMPS. അതാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള കറണ്ട് മൊത്തം സപ്ലൈ ചെയ്യുന്ന സാധനം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഊരിയെടുത്തതാണ്. അതിന് നമ്മളിത് ഇങ്ങനെ പിരിച്ച് വയ്ക്കണം. ഇത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ പിരിച്ച് വയ്ക്കുക. ഒരു സൈഡ് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇത് നേരെ എടുത്ത് ഇതിൻ്റെ പോസിറ്റീവ് നേരെ ഇങ്ങേ അറ്റത്തെ LED പോസിറ്റീവിലോട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേത് അറ്റം നെഗറ്റീവിലോട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ വൈറ്റിൻ്റെയും പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുൾ കണക്ട് ചെയ്യണം. അപ്പോൾ അത് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ വെക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് വയർ ചെയ്തെടുത്തിട്ടുണ്ട്, ഫുൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിത് ഈ വാമിൻ്റെയും വൈറ്റിൻ്റെയും ഈ നെഗറ്റീവും പോസിറ്റീവും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്ക് പുറത്തോട്ട് എടുക്കാനുള്ളതില്ലേ. ഇതുപോലെ ഇത് രണ്ടും ഇങ്ങനെ പിരിച്ച് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻസുലേഷൻ ടേപ്പ് പൊട്ടിക്കണം. കാരണം ഇൻസുലേഷൻ ടേപ്പ് പൊട്ടിച്ചില്ലെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടി കഴിഞ്ഞാൽ പിന്നെ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാകൂല. കൂട്ടിമുട്ടിയാൽ ലൈറ്റ് കത്തൂല. അതുകൊണ്ട് നമ്മളിതിൽ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം രണ്ടിടത്തും. കണ്ടോ, ഇതുപോലെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ച് സെറ്റാക്കണം. കണ്ടോ, ഇങ്ങനെ ഫുൾ സെറ്റാക്കണം. അതിൻ്റെ ഇതിനകത്ത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഇവിടെ സെറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 2 വാമും ടോപ്പിലും ബോട്ടത്തിലും 2 വാമും വെക്കാന്നാണ്. ഇത് രണ്ടും വൈറ്റ് ആട്ടോ, മറപ്പ് ചെയ്താൽ. പക്ഷേ നമ്മുടെ കടക്കാരൻ നമ്മളത് ചതിച്ചു, ഇത് വർക്കാവുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് 1 വാമും വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു കട്ട് ഉണ്ടാക്കണം. ഇവിടെ ഒരു കട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത് ഔട്ട് എടുക്കേണ്ട 2 ഇതാണ്. ഈ 2 ഔട്ടുകൾ നമ്മൾ ഇതിൽ കൂടി പുറത്തെടുക്കണം. അങ്ങനെയാണ് ചെയ്യാൻ പോണേ. അപ്പോൾ അടുത്ത പരിപാടി അത്. അപ്പോൾ ഗൈസ് ഞാനിവിടെ നമ്മുടെ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് ഇതുപോലെ ചാർട്ടൊക്കെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു കാര്യം സംഭവിച്ചത്. ഇതുണ്ടോ, വൃത്തിക്കിരിക്കില്ല, ഇവിടെ നിന്നൊക്കെ കണ്ടോ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്ത് ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ചാർട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഇരട്ടി പൈസയ്ക്ക് നമുക്കൊരു മാസ്കിംഗ് ടേപ്പ് വെച്ചു 30 രൂപ. എന്നിട്ട് ആ മാസ്കിംഗ് ടേപ്പ് എടുത്ത് നമുക്ക് ഈ ചാർട്ടിന് പകരം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിട്ട് നമ്മൾ ആദ്യമേ ഈ ചാർട്ടെല്ലാം കൂടി ഇങ്ങനെ വലിച്ച് കീറി അപ്പുറത്തെ പറമ്പിലോട്ട് ഇറങ്ങി വെച്ച് കൊടുത്തേക്കണം. ഈ ചാർട്ടെല്ലാം കൂടി എടുത്ത് ഫുൾ അങ്ങ് കീറിയെടുക്കുക. എടുത്ത് ഉരുട്ടിക്കൂട്ടി അത് ആ വഴി കളയാം. എന്നിട്ട് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസ്കിംഗ് ടേപ്പ് ഓരോന്നായിട്ട് ഒട്ടിക്കാൻ പോകും. അപ്പോൾ നമ്മുടെ അടുത്ത പണിയെന്ന് പറഞ്ഞത് ഈ സാധനം ഇങ്ങനെ എടുത്ത് നമ്മൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഒരെണ്ണെടുത്ത് ഇങ്ങനെ വയ്ക്കുക, വലിച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുക. ഇങ്ങനെ ഇട്ട് കത്തിലെടുത്ത് എടുക്കുക. ബാക്കിയുള്ളത് എക്സസ് ഇരുന്ന് കട്ട് ചെയ്തങ്ങ് കളയുക. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചു.
അതുപോലെ തന്നെ അടുത്ത് ഒന്നോടെ എടുക്കുക. നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് ഇടണം, കാരണം 2 ലെയർ ഒന്ന് വെളിച്ചം വരാൻ പാടായിരിക്കും. അപ്പം അങ്ങനെ ഇടുക. വീണ്ടും എടുക്കുക, നേരെ വെച്ചങ്ങ് ഒട്ടിക്കുക. ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഈ ഗ്യാപ്പുള്ളെടുത്ത് ഇങ്ങനെ അമർത്തി കൊടുക്കണം, അല്ലെങ്കിൽ അത് വൃത്തിക്ക് ഇരിക്കില്ല. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇതിങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കുക. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഇത് ഫുൾ ഒട്ടിച്ച് കീറണം. ഫുൾ ഒട്ടിച്ചിട്ട് നിങ്ങൾ അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ റിംഗ് ലൈറ്റ് ഉണ്ടോ, റിംഗ് ലൈറ്റ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് വെളിച്ചം കിട്ടിയിട്ട് ഇതിവിടെ വെച്ചേക്കുക. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് അസംബ്ലി ചെയ്യണതാണ്. പണി എന്ന് പറയുന്നത് അസംബ്ലി ചെയ്യലാണ്. അസംബ്ലി ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഈ പീസ് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് വയ്ക്കേണ്ടത്. പിന്നെ നമ്മൾ വെയിറ്റ് നിറയണം. പിന്നെ ഞാൻ കട്ട് ചെയ്തപ്പോൾ ചെറിയ വ്യത്യാസം വന്നുകൊണ്ട് ഇവിടെ 2 പീസ് വെച്ചിട്ടുണ്ട്, നമ്മൾ കറക്റ്റ് ഇരുന്നോളും. മറ്റേ ഇച്ചിരി വലുതായി പോയി കട്ട് ചെയ്തത്, അവർ കുഴപ്പമുണ്ട്. ഇനി ഇതിൻ്റെ നടുക്ക് നമ്മൾ ഇത് ഇറക്കി വയ്ക്കാൻ പാകത്തിനൊരു ഹോള് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ഇതിവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്യണം. ഈ സൈഡ് ഇങ്ങനെ 4 സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും കൂടി മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമ്മളിനി ഇത് കട്ട് ചെയ്യണം. ഞാൻ നമ്മുടെ കട്ടർ എടുത്ത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതങ്ങ് കട്ട് ചെയ്തെടുക്കണം. അടുത്ത പണി വലിയ പാടൊന്നുമില്ല, സുഖമായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ട, ഇതിപ്പോൾ ഞാൻ ഇച്ചിരി കട്ടിട്ടുള്ളൂ, ബാക്കി ഞാൻ ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. ഈ സ്റ്റിക്ക് സെറ്റ് ചെയ്യണം. അതായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളിനി അടുത്തത് വേറൊരു പരിപാടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തുളച്ചു കൊടുക്കണം. തുളച്ചു കൊടുക്കട്ടെ. ഞാൻ ആദ്യം ഇപ്പോൾ ഒരു കോമ്പസ് എടുത്തിട്ട് ഈ സാധനം നേരെ ഇങ്ങനെ വെച്ച് ആ ഒരു നടുഭാഗത്തോട്ട് വെച്ചിട്ട് ഞാൻ ഇച്ചിരി കയറ്റി വയ്ക്കണം. കാരണം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആടി കളിക്കും. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉറപ്പിച്ച് വെക്കണേ. അങ്ങനെ വെച്ച് നമ്മൾ തുളയ്ക്കണം. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് തുളച്ചു. അതിൽ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കറക്റ്റ് നോക്കണം കേട്ടോ. എൻ്റെ കൈക്കറിയ കുഴപ്പമുണ്ട്. ഇങ്ങനെ തുളയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ സ്ക്രൂ ഡ്രൈവർ, ഞാൻ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ആണ്, അത് വെച്ച് വലിയ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ഇതുപോലത്തെ പെൻസിൽ ഇട്ടിട്ട് ശരിക്കും അങ്ങനെ ഫുൾ തുളച്ചെടുക്കണം നല്ലോണം. അങ്ങനെ തുളച്ചെടുക്കണം. അടുത്ത മൊന ഒടിഞ്ഞു അതിൻ്റെ അകത്ത്. അങ്ങനെ ഇത് സെറ്റ് ചെയ്തിടണം. അപ്പം ഞാൻ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ വയ്ക്കുക. ഉണ്ടോ, ഇതുപോലൊരു തുള തുളയ്ക്കുക. എന്നിട്ട് ഇച്ചിരി ഗ്യാപ്പ് ഇടുക. അത്യാവശ്യം ഗ്യാപ്പ് ഇടുക. താഴെ എടുക്കുക. ഇതുപോലെ തന്നെ നേരെ വെച്ചിട്ട് ഒരു തുള ഇങ്ങനെ തുളയ്ക്കുക. നമ്മൾ ശക്തി വേണം. തുളഞ്ഞ് കിട്ടിയില്ല ഇങ്ങനെ തുളയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഫോൺ വയ്ക്കുന്ന പീസും കറക്റ്റ് ഇതേ അളവിൽ എടുക്കണം. ഇതേ അളവിലെടുത്തിട്ട് ഇപ്പം നമ്മൾ കറക്റ്റ് വെക്കണം കേട്ടോ. മാറിപ്പോയാൽ മൊത്തത്തിൽ പോവും. നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഇവിടെ കണ്ട ഒരെണ്ണം മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിങ്ങനെ തുളയ്ക്കുക. ഒരു സൈഡ് തുളച്ചെടുത്തു. എന്നിട്ട് അത് നമ്മൾ ആ തുളച്ച രീതിയിൽ തന്നെ കറക്റ്റ് മാർക്കിൽ വയ്ക്കുക. കറക്റ്റ് മാർക്കായിരിക്കണം കേട്ടോ. നമ്മൾ നോക്കുക, ഇങ്ങനെ നോക്കി കറക്റ്റ് മാർക്ക് വയ്ക്കുക. അത് തുളച്ചത് കറക്റ്റ് മാർക്ക് വെച്ചിട്ട് അടിയിലത്തെ ഇതുപോലെ തന്നെ ഒന്നോടെ തുളച്ചെടുക്കണം. എന്നിട്ട് ഒന്നോടെ നമ്മൾ അലൈൻ ചെയ്യണേ, അല്ലെങ്കിൽ പോകും. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കുക, മാർക്ക് ചെയ്യുക. ശരിക്കും ഇതിങ്ങനെ തുളച്ചെടുക്കുക. ഉണ്ടോ, ഇപ്പോൾ ഇത് കറക്റ്റ് ഇരുന്നോളും. ഇനി അത് ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചിടാം. ഞാൻ കുറച്ച് ഒഴിച്ചിടാം. എന്നിട്ടും കണ്ട വളഞ്ഞു പോവുക. അപ്പോൾ ശരിക്കും ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ച് നല്ലോണം ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബേസ് ഞാൻ അവിടെ ഇതിനകത്ത് കല്ല് നിറച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ എനിക്ക് ഇതിൻ്റെ ബേസ് കറക്റ്റ് ആവത്തിൻ്റെ ചെറിയ ഇളക്കമൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഇവിടെ ഒട്ടിച്ചെടുത്തിയാണ്. എൻ്റെ കയ്യിൽ വേറെ സ്റ്റിക്കുകളുണ്ടെങ്കിൽ അത് ഒട്ടിച്ചെടുത്തു. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെയും അടിയിലും കൂടി സെറ്റ് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ഇതിങ്ങനെ ഇറക്കി വയ്ക്കാൻ പാകത്തിന് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ റിംഗ് ലൈറ്റിലോട്ട് ഈ നമ്മുടെ ഫോൺ വയ്ക്കുന്ന ട്രൈപോഡ് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇത് തിരിച്ച് വെച്ചിട്ട് ഈ പീസ് നേരെ ഇതിൻ്റെ മോൾ ഭാഗത്തോട്ട് ഇങ്ങനെ വരണ രീതിയിൽ ഒട്ടിക്കണം. എങ്കിലേ നമുക്ക് ബാക്ക് ക്യാമറ വെച്ച് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. കാരണം മറ്റേ ബാക്ക് ക്യാമറയ്ക്കായിരിക്കും ക്വാളിറ്റി കൂടുതൽ. അതുകൊണ്ട് ഞാൻ ബാക്ക് ക്യാമറ വെച്ച് എടുക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇത് നമ്മൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കുക. ഇത് തന്നെ ഇങ്ങനെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് നമ്മൾ കുറച്ചേരം അമർത്തി പിടിക്കണം. നമ്മൾ ഈ ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചുകൊണ്ട് ഒട്ടാനായിട്ട് ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അതവിടെ ഒട്ടാണ്ടിരിക്കട്ടെ. അടുത്ത് ഞാൻ ഇങ്ങനെ വയറിങ്ങിൻ്റെ പരിപാടിയിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു സ്വിച്ച് എടുത്തിട്ടുണ്ട്. ഒരു സ്വിച്ച് ഞാൻ ഈ 2 യെല്ലോയും ഈ വൈറ്റ് LED-ക്കും രണ്ടിന് 2 സ്വിച്ചായിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ നെഗറ്റീവ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മളത് ഈ സ്വിച്ചുകളിൽ ഒരു സൈഡിലോട്ട് നമ്മളത് ഈ ഇതെടുക്കുക, ഒരു വയറെടുത്തിട്ട് ഒരു സൈഡിൽ കണക്ട് ചെയ്യുക, ഒരു സൈഡിൽ ഇതിൽ കൂടി ഇടുക, ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് തിരിച്ചു കൊടുക്കുക, ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. വേറെ സോൾഡറിങ്ങോ അല്ലാതെ ടേപ്പ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കുക, ഇങ്ങനെ വയ്ക്കുക, ഇതിൻ്റെ അകത്തോടെ കയറ്റുക. പിരിച്ചിട്ട് കയറ്റുവാണെങ്കിൽ അത്ര നന്നായിരിക്കും. കയറ്റുക, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക, ഒന്ന് പിരിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെയാണ് ഈ റിംഗ് ലൈറ്റിൻ്റെ കാര്യം സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വെർട്ടിക്കലി വെക്കണ, ഹൊറിസോണ്ടലി വെക്കണ രീതിയിൽ സെറ്റ് ചെയ്തു. ഇനി അപ്പോൾ നമ്മൾ വെർട്ടിക്കലി എങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഐഡിയ കിട്ടിയത്. അതായത് ഇതേ സാധനത്തിന് ഇപ്പുറത്തെ സൈഡിലും കൂടി ഒരെണ്ണം വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് വെർട്ടിക്കലി വെച്ചും വീഡിയോ എടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ ഇവിടെ സ്വിച്ച് സെറ്റ് ചെയ്യണം. ഞാൻ ഒരു സ്വിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ഈ നമ്മുടെ ബ്ലാക്ക് വേറൊരു വയർ എടുത്തിട്ടുണ്ട്. ആ വയർ നമ്മൾ ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ പിരിച്ച്, അതായത് നമ്മളതേ ഈ ഞാൻ കാണിച്ചു തരാം. ഇതേ ഫുൾ സെറ്റ് ചെയ്തിട്ടില്ല. ഈ വയർ എടുക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ആദ്യം ഇങ്ങനെ ഒന്ന് പിരിക്കുക. പിരിച്ചിട്ട് ഇതിൽ കൂടി ഇട്ട് കൊടുക്കുക. ഈ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഗ്യാപ്പിൽ കൂടി നമ്മൾ കയറ്റി കൊടുത്ത് നേരെ ഇങ്ങനെ വളച്ചെടുക്കുക. ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലോട്ട് വളച്ചെടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക. വെച്ചിട്ട് നേരെ ഇങ്ങനെ പിടിക്കുക. ശരിയായില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറ്റും. ഡോണ്ട് ഗിവ് അപ്പ്. അപ്പോൾ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ പിരിച്ച് വയ്ക്കുക. പിരിച്ച് വെച്ചല്ലോ, അപ്പോൾ ഇത്രയോ സെറ്റായി. അപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വയർ വലിച്ച് വീണ്ടും അതുപോലെ തന്നെ. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്നോടെ ഇപ്പുറത്തെ സൈഡിൽ പിരിച്ച് എടുക്കണം. പിരിച്ച് കൊടുത്തിട്ട് നേരെ എടുക്കുക, ഇപ്പുറത്തെ സൈഡിൽ ഇടുക, വയ്ക്കുക, നേരെ വയ്ക്കുക. ചെറുതായിട്ടൊന്ന് പിരിച്ചങ്ങ് കൊടുക്കുക. എനിക്കങ്ങ് പിരിച്ച് വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ. ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു വയർ എടുത്തിട്ടുണ്ട്. ഈ വയർ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ റെഡില്ലേ, 2 റെഡ്, അതിലോട്ട് പിരിച്ചു കൊടുക്കുക, ഒരു ബ്ലാക്ക്. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ വയറെടുത്ത് ഈ 2 വയറുകളാണ് നമ്മൾ സ്വിച്ചിൽ നിന്ന് എടുത്തേക്കുന്നത്. ആ 2 വയർ കൂട്ടി വെച്ചങ്ങ് പിരിക്കുക. ആ 2 വയർ കൂട്ടി വെച്ച് പിരിച്ചിട്ട് ഈ വയർ ഇതുപോലെ തന്നെ വെച്ച് നേരെ ഈ സ്വിച്ചിൻ്റെ ഇതിലോട്ട് പിരിച്ചു കൊടുക്കുക. എടുത്തല്ലോ. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് പിരിച്ചു കൊടുക്കണം. ശരിക്കും പിരിച്ച് നല്ലോണം ടൈറ്റാക്കി കൊടുക്കണം. അതായത് ഇങ്ങനെ നാര് പോലെ ഇരിക്കാൻ പാടില്ല. ഇതുപോലെ ഇരിക്കരുത്. നമ്മൾ പിരിച്ച് ടൈറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെന്ന് അറിയാം, എങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തു തരാം അടുത്ത വീഡിയോ നമ്മൾ സെറ്റ്. അപ്പോൾ നമ്മുടെ അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് ഔട്ടെടുത്തൊരു വയറുണ്ടല്ലോ, അത് നമ്മൾ ഈ സാധനം കണ്ടോ, ഇതിനായി കൂടി പറഞ്ഞൊരു നമ്മുടെ അഡാപ്റ്ററാണ്. 10 രൂപ വരുന്നുള്ളൂ. അപ്പോൾ 2 സ്വിച്ചിൽ നിന്ന് ഔട്ടെടുത്ത് ആ വയറെടുത്ത് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കയറ്റി കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ മുകളിൽ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമ്മൾ ഇവിടുന്ന് ശരിക്കും ലൂസാക്കുക. ഈ 2 സ്ക്രൂകളും നല്ലോണം ലൂസാക്കുക. ഫുൾ ലൂസാക്കിയതിന് ശേഷം, ഇത്ര ലൂസായൊന്നും പോരാ, നമ്മൾ ഫുൾ പുറത്ത് വരെ എത്രയിടം വരെ നല്ലോണം ലൂസാക്കണം. അല്ലെങ്കിൽ ഈ സാധനം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറൂല. നല്ലോണം ലൂസാക്കുക. എന്നിട്ട് ഈ ബ്ലാക്ക് നമ്മൾ കണക്ട് ചെയ്ത വയറിൻ്റെ തുമ്പുഭാഗം എടുത്തിട്ട് നേരെ ഇതിലോട്ട് കയറ്റി കൊടുക്കുക. നേരെ ശരിക്കും കയറ്റി വയ്ക്കുക ഫുൾ. അത് നെഗറ്റീവിൻ്റെ പോർട്ടിലോട്ട് നമ്മുടെ ഈ സ്വിച്ച് കണക്ട് ചെയ്യണത്. നിങ്ങൾക്ക് നെഗറ്റീവിലോ പോസിറ്റീവിലോ എവിടെയാണെന്ന് വെച്ചാൽ സ്വിച്ച് കണക്ട് ചെയ്യാം. എന്നിട്ട് അതാത് ടെർമിനലിലോട്ട് കയറ്റി കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ പോസിറ്റീവിൻ്റെ നമ്മൾ ടെർമിനലിലോട്ട് കണക്ട് ചെയ്യാനുള്ള വയറെടുത്തിട്ട് നേരെ അത് ഇതുപോലെ നടുവേ പകുതിക്കൊന്ന് മടക്കുക, കാരണം ഫുൾ കയറില്ലല്ലോ. എന്നിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. അത് ശരിക്കും വെച്ച് ടൈറ്റ് ചെയ്യണം. ഇതിങ്ങനെ പിടിക്കുക, ടൈറ്റ് ചെയ്യുക. ഇത് പൂരി പോകുന്നത് ഞാൻ വൃത്തിക്ക് ടൈറ്റ് ചെയ്ത് വെച്ചോളാം. എന്നിട്ട് ഞാൻ പോയി അഡാപ്റ്റർ എടുത്തിട്ട് വരട്ടെ ഇത് കണക്ട് ചെയ്ത് കാണിക്കാൻ. എന്നിട്ട് ഞാൻ നിങ്ങളിത് കണക്ട് ചെയ്ത് ലൈറ്റൊക്കെ ഉണക്കി ഫുൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നമ്മുടെ അഡാപ്റ്ററൊക്കെ എടുത്ത് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ലൈറ്റൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇവിടെ ഞാൻ അവിടെ 2 സ്വിച്ച് സെറ്റ് ചെയ്തെടുത്ത് നമ്മൾ വർക്കാവുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. നമ്മളിപ്പോൾ വാം ഓഫ് ചെയ്യുമ്പോൾ വാം ഓഫ് ആവും, പിന്നെ വൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ വൈറ്റ് ഓഫ് ആവും. 2 നമുക്ക് ഒരുമിച്ച് കത്തിക്കുകയും കൂടി ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡിലോട്ട് ഈ ലൈറ്റ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സാധനം ചെറിയൊരു ലൂസുണ്ട്, ഞാൻ വീണ്ടും ടൈറ്റ് ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ നമ്മൾ അടുത്ത പണി ഈ സ്റ്റാൻഡിലോട്ട് കണക്ട് ചെയ്യണം. ഞാൻ ഈ സ്ക്രൂ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഈ സ്ക്രൂ എന്ന് പറയുന്നത് നമുക്ക് ഹാർഡ്വെയർ സ്റ്റോറിലൊക്കെ വാങ്ങിയാൽ കിട്ടും. ഞാൻ ഇപ്പോൾ 3 സ്ക്രൂ വാങ്ങിച്ചാൽ ആക്കൂടെ ആയത് 5 രൂപയാണ്. അപ്പോൾ ഞാൻ നമ്മളവിടെ നേരത്തെ തുളച്ചു കൊടുത്ത തുളയിലോട്ട്
ആ സ്ക്രൂ ഊരിയിട്ട് എൻ്റെ നെട്ടും ബോൾട്ട് നമ്മൾ വേറെ ഊരിയിട്ട് ആ അപ്പുറത്തെ സൈഡിൽ നിന്ന് സ്ക്രൂ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ദേ ഞാൻ ഇതുപോലെ ഇടുന്ന പോലെ ഒരു സൈഡിൽ കൂടി ഇടുക. ഇട്ടിട്ട് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ നമ്മൾ ഈ ലൈറ്റ് എടുത്ത് പിടിക്കുക. ലൈറ്റ് എടുത്ത് നമ്മൾ പിടിച്ചിട്ട് ആ ലൈറ്റിൻ്റെ അകത്തോടെ ഇപ്പുറത്തെ സൈഡിലോട്ട് കയറ്റുക. അതായത് നമ്മൾ ഇച്ചിരി പാടാണ് ഇന്ന് കറക്കി തിരിച്ചൊക്കെ കയറ്റണം, കാരണം നമ്മൾ ഫസ്റ്റായിട്ട് കയറ്റണമല്ലേ, പിന്നെ അത് ഓക്കെ ആയിക്കോളും. അങ്ങനെ കയറ്റിയിട്ട് നല്ലോണം തള്ളി ഇങ്ങനെ തിരിച്ച് ഞാൻ ചെയ്യണ പോലെ ഇങ്ങനെ തള്ളി ഇങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞ് നമ്മുടെ ബോൾട്ട് എടുത്തിട്ട് ഫുൾ ടൈറ്റ് ചെയ്ത് അത്യാവശ്യം ടൈറ്റ് ചെയ്തിടണം, കാരണം അല്ലെങ്കിൽ നമ്മളെ ചെരിഞ്ഞു പോകും. ഞാൻ ഇപ്പോൾ 3 സ്ക്രൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ 3 സ്ക്രൂ ഇടാം. ഞാൻ ഇപ്പോൾ 2 സ്ക്രൂ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ 2 സ്ക്രൂ ഇടുന്നുള്ളൂ. കാരണം എനിക്ക് ഞാൻ 2 സ്ക്രൂ ഇട്ടപ്പോൾ അത് നിൽക്കുന്നുണ്ട്. ഇപ്പം നിന്നില്ലെങ്കിൽ നിങ്ങൾ 3 സ്ക്രൂ വെച്ചോ സെറ്റ് ചെയ്യാവുന്നതാണ്. ആ 3 സ്ക്രൂവിനും കൂടെ 5 രൂപയേ വരുള്ളൂ. ഹാർഡ്വെയർ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ ഇതും കൂടി ഇടുക. രണ്ടാമത്തെ സ്ക്രൂ അത്യാവശ്യം നമ്മൾ കറക്റ്റ് അലൈൻ ചെയ്ത് നോക്കണം കേട്ടോ. രണ്ടാമത്തെ ഇടുമ്പോൾ കറക്റ്റ് തൊള്ളയിൽ കൂടി വരുന്നുണ്ടോ നോക്കണം. എന്നിട്ട് നോക്കിയതിന് ശേഷം നമ്മളത് കറക്റ്റ് അലൈൻ ചെയ്തിട്ട് ആ സ്ക്രൂവും നേരത്തെ ഇട്ട പോലെ തന്നെ അതിൻ്റെ അകത്തോടെ കയറ്റിയിടുക. എന്നിട്ട് നമ്മുടെ ബോൾട്ട് ഇട്ട് കൊടുത്ത് ശരിക്കും അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ശരിക്കും ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെരിഞ്ഞു പോവും. ഇത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അതാകുമ്പോൾ ചെരിഞ്ഞു പോകില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ സാധനം ഇങ്ങനെ ചെരിഞ്ഞ് കളിക്കും. ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വെക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചെരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിങ്ങനെ ടേബിൾ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ചെറുതായിട്ട് ചെരിഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ട നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് ഇടുമ്പോൾ ലൈറ്റ് കത്തുകയൊക്കെ ചെയ്യും. അയ്യോ, ഞാൻ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ മറന്നുപോയി. നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, അപ്പോൾ നമ്മൾ ഈ ഫുൾ കാണില്ലെങ്കിൽ പതികളും കാണാം. എന്നിട്ട് ഇങ്ങനെ ഓൺ ഓഫൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഈ സാധനം ഇങ്ങനെ ഓൺ ഓഫൊക്കെ ഇടാം. ഞാൻ ഇപ്പോൾ ഓഫ് ആക്കിയിട്ട് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല വെളിച്ചടിച്ചുകൊണ്ട്. ശേഷം നമ്മൾ ഈ വയർ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു വൃത്തികേടില്ലേ, അതിനായിട്ട് ഞാൻ നമ്മുടെ മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഒരു കുഞ്ഞു കഷ്ണം കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് കണ്ട് ഈ 4 വയറും കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. 4 വയറും കൂടി കൂട്ടി പിടിച്ചിട്ട് ഞാൻ ഇവിടെ ഓരോന്നോരോന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഒരു മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇച്ചിരി ഗ്യാപ്പിട്ട് ഒട്ടിക്കുക. 4 വയറും കൂടി കൂടിയിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് മാസ്കിംഗ് ടേപ്പോ ഏതെങ്കിലും ടേപ്പ് എടുത്തിങ്ങനെ ഫുൾ റോൾ ചെയ്ത് ഒറ്റ പീസാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിന് ശേഷം ചുറ്റിയെടുക്കണം. ഇത് ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയും മാസ്കിംഗ് ടേപ്പ് വെച്ചത് ഒരു 2-3 ഇത് മതി, 3 പീസ് കുഞ്ഞ് കഷ്ണം മതി. എന്നിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെയും വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക, ചുറ്റി കൊടുക്കുക. എന്നിട്ടിങ്ങനെ ചുറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് ഏതെങ്കിലും ടേപ്പ് വെച്ചത് ഫുൾ ചുറ്റണം. ഇപ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്നില്ല, നമുക്ക് ഇന്ന് തന്നെ വീഡിയോ ഇടണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. കാരണം നമ്മൾ കുറേ ദിവസമായി ഇത് ചെയ്തുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നില്ല, അത് ഞാൻ പിന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ചിലപ്പോൾ ഞാൻ കളർ അടിക്കും, ചിലപ്പോൾ കളർ അടിക്കില്ല, അപ്ഡേറ്റ് ഒക്കെ കാണിക്കുന്നതായിരിക്കും. ഇതാണ് സംഭവം. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചെയ്യാം. ഇതുപോലെ നമ്മുടെ സ്വിച്ചിന് വരെ ഇഷ്ടമുള്ള രീതിയിൽ ഒരു സ്വിച്ചിൽ 2 ഓണാവതൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഇത് ഫുൾ റോൾ ചെയ്തെടുക്കാം. അത് ഞാൻ എന്തായാലും ചെയ്യും, ഇപ്പോൾ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ ഫോൺ സെറ്റ് ചെയ്യാനുള്ളതിൽ ഇങ്ങനെ വയ്ക്കാം. നമുക്കിപ്പോൾ പല കോൺഫിഗറേഷൻ ഉണ്ട്. നമുക്ക് ഈ രീതി വയ്ക്കാം. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂവെങ്കിൽ ഇങ്ങനെ മാത്രം വയ്ക്കാം. വെർട്ടിക്കലായിട്ട് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇതിലൂടെ നമ്മളിവിടെ സ്ക്രൂ ഇട്ട് ചെയ്തേക്കുന്നുണ്ട്. ഞാനിവിടെ വേറൊരെണ്ണം എടുത്തിട്ട് ഇപ്പോൾ ഇട്ട് തരാം. ഈ പീസ് ഞാൻ ഇനി ഇവിടെ മൗണ്ട് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും. അടുത്ത ദിവസം ഇവിടെ മൗണ്ട് ചെയ്തിട്ടൊരു ഹോൾഡർ പോലെ സെറ്റ് ചെയ്യും. അതെന്ത് വെച്ച് സെറ്റ് ചെയ്യും, നമ്മുടെ ഈ കാർഡ്ബോർഡില്ലേ, ഈ കാർഡ്ബോർഡ് വെച്ച് അവിടെ സെറ്റ് ചെയ്യുന്നതായിരിക്കും. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഈ ആംഗിളിലുള്ള വീഡിയോയും കൂടി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ സംഭവം. ഞാനെപ്പോഴും നമ്മുടെ കുറേ ദിവസമായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പം നമുക്ക് അങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി. അപ്പോൾ നമ്മുടെ സംഭവം എന്താണ്, ഞാൻ ഇനി അടുത്ത ദിവസത്തെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഫുൾ കളറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, ഞാൻ നമ്മൾ ഉണ്ടാക്കിയ ട്രൈപോഡിലാണ് എടുക്കണം. എങ്ങനെയുണ്ട്, നിങ്ങളൊരു 10 സെക്കൻഡ് മുമ്പോട്ട് ബാക്ക് അടിച്ച് ചോദിക്കേ, രണ്ടിൻ്റെയും വ്യത്യാസം അറിയാൻ പറ്റും. നല്ല ക്ലാരിറ്റി, നല്ല വെളിച്ചമൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നല്ല ക്ലിയർ ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റിംഗ് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ റിംഗ് ലൈറ്റിൽ ഞാൻ ഈ വയറൊക്കെ ടേപ്പൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ
ഈ സ്ക്രൂ വേണമെങ്കിൽ 3 ഇടാം. ഞാനിപ്പോൾ 2 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. 2 സ്ക്രൂ ഇരിക്കുകയാണെങ്കിൽ ഞാൻ 2 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വന്ന ടോട്ടൽ ബഡ്ജറ്റിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ എനിക്കിതിന് ടോട്ടൽ വന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ലൈറ്റിനായിട്ട് വന്നത് 120 രൂപ, 120 പിന്നെ ഈ 2 സ്വിച്ചും കൂടി 140. പിന്നെ നമ്മുടെ ഈ സാധനം ഈ അഡാപ്റ്ററിൻ്റെ ഫീമെയിൽ പോർട്ട് അതിന് വന്നത് 10 രൂപ. അപ്പോൾ മൊത്തത്തിൽ 150 രൂപയായി. പിന്നെ ഈ നമ്മുടെ ഈ അഡാപ്റ്ററിന് വന്നത് 180. അപ്പം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 150 180 കൂടി 330 രൂപയായി. അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ഈ 2 സ്ക്രൂ ഞാൻ 3 വായിച്ചുകൊണ്ട് അതിന് 5 രൂപയായി. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 135 രൂപയാണ് നമുക്കിത് ചെയ്യാനായിട്ട് ആകെ കൂടി വന്ന ടോട്ടൽ ബഡ്ജറ്റ്. അപ്പോൾ നമുക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം. വേണമെങ്കിൽ ഇനി പെയിൻറ്റൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റിയിട്ട് ഇത്രയും നല്ല ട്രൈപോഡ് ഇത്രയും വിലയ്ക്ക് നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പോൾ ഇത്ര നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഈ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ പുതിയ പുതിയ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ അതിനൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പറ്റുന്നത് ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ ട്രൈപോഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുള്ളതും കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ലതാണോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറയാം. എന്നിട്ട് ഞാൻ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.